നമ്മളിപ്പോൾ ഉള്ളത് കോന്നി റിസർവ്ഡ് ഫോറസ്റ്റിലാണ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഏതാനും കിലോമീറ്റർ ഉള്ളിലുള്ള മനോഹരമായ ഒരു ക്ഷേത്രമാണിത്. കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രം. റോഡിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് ഈ ക്ഷേത്രം. നമ്മൾ റോഡിൽ നിന്നും താഴേക്ക് ഈ പടികൾ ഇറങ്ങി പോകുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഈ ക്ഷേത്രത്തിന്റെ മനോഹരമായ ദൃശ്യം കാണാം. ദ്രാവിഡ രീതിയിലുള്ള തുറന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ. ഈ പടികൾ ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കരിങ്കോഴികളുടെ കരച്ചിൽ കേൾക്കാം. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് കരിങ്കോഴികൾ. ഭ്രമയുഗം സിനിമ കണ്ടവർക്കൊക്കെ അറിയാം കരിങ്കോഴിയെയും കുട്ടിച്ചാത്തനെയും ഒക്കെ. അപ്പോൾ ഇങ്ങനെ പടിയിറങ്ങി താഴേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കളരിയാണ്. ഈ കാണുന്നതാണ് കളരി. ഇവിടെ വെച്ചാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് ചെയ്യുന്ന ഈ കളരിയിൽ വെച്ചാണ്. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിയുമ്പോൾ നമുക്ക് വഴിപാടുകൾ നടത്തുന്ന കൗണ്ടർ കാണാം. കൗണ്ടറിന് മുന്നിൽ തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളുടെ എല്ലാം ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. അതുപോലെ വഴിപാട് എങ്ങനെ അനുഷ്ഠിക്കണമെന്നും വിവരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നേർച്ചക്കോഴി കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അപ്പൂപ്പൻ്റെ പ്രധാന പ്രതിഷ്ഠ. വളരെ മനോഹരമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ ക്ലീനിങ് നടക്കുകയായിരുന്നു. അത് കാരണം തന്നെ ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടുണ്ടായില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. ഇത് ഏകദേശം ഒരു വൈകുന്നേരം ഒരു 4:30 അപ്പോൾ തന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ച. ക്ഷേത്രത്തിൽ നിന്ന് വീണ്ടും താഴേക്ക് നോക്കിയാൽ കാണുന്നത് അച്ചൻ കോവിലാറിൻ്റെ മനോഹരമായ ദൃശ്യമാണ്. അച്ചൻ കോവിലിനപ്പുറം കാണുന്നത് നിബിഡ വനമാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടി തന്നെ താഴേക്ക് ഇറങ്ങി ആറിലേക്ക് ഇറങ്ങി കൈയും കാലം കഴുകാനുള്ള സൗകര്യമുണ്ട്. നമുക്കിപ്പോൾ അവിടേക്ക് പോകാം. ഇത് കണ്ട ശേഷം അവിടേക്ക് പോകാം. കണ്ടില്ലേ, പടികൾ ഇറങ്ങി താഴേക്ക് പോയി കഴിഞ്ഞാൽ അച്ചൻ കോവിലാറാണ്. ഇവിടെ അത്ര വൃത്തിയായിട്ടൊന്നുമല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നെങ്കിലും ആ കാലിൻ്റെ വന്യതയൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ക്ഷേത്രത്തിലെ ശുദ്ധീകരിച്ച വെള്ളവും താഴേക്ക് ഒഴുകി പോകാനുള്ളൊരു പൈപ്പ് കണക്ഷൻ ഉണ്ട്. ആ പൈപ്പിൽ കൂടി വെള്ളം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിനടുത്ത് തന്നെ എന്തോ ഒരു പ്രതിഷ്ഠയും കാണാം. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി കാലും കൈയും ഒക്കെ കഴുകാം. മൊത്തത്തിൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ വനത്തിൻ്റെ നടുക്ക് അതിമനോഹരമായൊരു അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം ഈ ആറിൻ്റെ ഭംഗിയും കൂടി ചേരുമ്പോൾ ഇതൊരു വിശേഷപ്പെട്ട ക്ഷേത്രമെന്ന് പറയാനാവും. ഘോരവനമാണ് അക്കരയിൽ കാണുന്നത്. വേണമെങ്കിൽ നമുക്ക് നടന്ന് അപ്പുറത്തേക്ക് പോകാം. എത്രത്തോളം സുരക്ഷിതമാണെന്ന് അറിയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ വഴിപാട്. ദ്രാവിഡ രീതിയിലുള്ള പുകയിലയും കള്ളും ഒക്കെ ചേർന്നാണ് ഇവിടുത്തെ വഴിപാട്. ഇതാണ് മുത്തപ്പൻ്റെ പ്രധാന പ്രതിഷ്ഠ. ഇവിടെ കുറേ ഉപദേവതകളുടെ പ്രതിഷ്ഠകളുമുണ്ട്. അതൊക്കെ വളരെ മനോഹരമാണ് കാണാൻ. നമുക്ക് ഇതുവഴിയൊക്കെ നടന്ന് അത് കണ്ടിട്ട് വരാം. ഒരു കാവിൻ്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മരങ്ങളുടെ ചുവട്ടിലാണ് ഈ പ്രതിഷ്ഠകളെല്ലാം ഉള്ളത്. ഉപദേവതകളുടെയും മുത്തപ്പൻ്റെയും എല്ലാം. ഇവിടെ 7 പാല ഒരെണ്ണം നിൽക്കുന്നുണ്ട്. അത് ഏറ്റവും അവസാനം നിങ്ങൾ കാണാം. 7 പാലയിൽ യക്ഷി വരുമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മുടെ മിത്തുകളിൽ. അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൽ പത്തനംതിട്ടയൊക്കെ വരുന്നവർക്ക് ഈ ക്ഷേത്രം മിസ്സാക്കണ്ട. അന്ന് KSRTCയുടെ സർവീസ് ഉണ്ട്. അതുപോലെ ഡ്രൈവിംഗ് ചെയ്യണമെങ്കിലും അധികം സമയം എടുക്കില്ല. നല്ല റോഡാണ്. കാട്ടിൽ നിന്നൊരു വളരെ കുറച്ച് ദൂരമുള്ളൂ. 3-4 കിലോമീറ്റർ ദൂരമേ ചെക്ക് പോസ്റ്റിൽ നിന്നുള്ളൂ. അതുകൊണ്ട് അത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആന അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും മുന്നിൽ പോകുന്നില്ല. അതുപോലെ ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം വളരെ വിശേഷപ്പെട്ട രീതിയിലുള്ള പ്രതിഷ്ഠകളാണ്. അറുകൊല, അങ്ങനെ ഭാരതക്കുറവൻ, അങ്ങനെ പ്രത്യേക തരത്തിലുള്ള പ്രതിഷ്ഠകളാണ് ഇവിടെ. അതുപോലെ കുരുതി നടക്കാറുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ കുരുതി നടക്കുന്ന കാരണം ചില പ്രതിഷ്ഠകളുടെ അടുത്തേക്ക്, ഉപദേവതകളുടെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് പോകാൻ കഴിഞ്ഞത്. നാഗദേവതകളെ കാണാം. അതുപോലെ ഇവിടെ അന്നദാന ചടങ്ങും ഉണ്ട്. നിങ്ങൾക്കും അന്നദാനത്തിലേക്കൂടെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാവുന്നതാണ്. അന്നദാനം ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട രീതിയിലുള്ള അന്നദാനമാണ്. നമുക്ക് അവിടേക്ക് പോകാൻ കണ്ട ശേഷം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ 7 പാല. ഇവിടെയാണ് യക്ഷി അല്ലെങ്കിൽ നാടിൻ്റെ രക്ഷി വസിക്കുന്നത്. ഇവിടെ പൂജ നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത നമുക്ക് ഇവിടുത്തെ വഴിപാടായിട്ടുള്ള അന്നദാന കൗണ്ടറിലേക്ക് പോകാം. ഇവിടുത്തെ അന്നദാനം ഒരു പ്രത്യേക അന്നദാനമാണ്. അത് നമ്മൾ കഴിക്കുന്നത് കണ്ടില്ല. ഇവിടെ കഞ്ഞിയും അച്ചാറും ആണ് ഇവിടുത്തെ അന്നദാനം. നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അവർ വിളമ്പി തരും. എന്നിട്ട് കഴിച്ചിട്ട് നമ്മൾ പ്ലേറ്റ് തന്നെ തിരികെ വെക്കണം. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ വനത്തിൻ്റെ വന്യതയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോവുകയാണ്. ഒരിക്കൽ കൂടി തീർച്ചയായും വരും. കാരണം അത്രയും പ്രത്യേകത ഒരു ക്ഷേത്രം, ഒരു
ഒരിക്കലും മിസ്സാവാൻ പാടില്ല.